ഹൈജീൻ ആരോഗ്യവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പറയുന്നത് ഉപവാസത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അതെങ്ങനെ വേണമെന്നുമാണ്. അതിന് കാരണം മാർച്ച് 1-ാം തീയതി ഉപവാസ മാസമായ റമദാൻ 1 ആരംഭിക്കുകയാണ്. ഇനി ഉപവാസത്തിൻ്റെ നാളുകളാണ് മുസ്ലിങ്ങൾക്ക്. അപ്പോൾ എന്തിനാണ് ഉപവാസം? ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് 16 മണിക്കൂർ വയറ് കാലിയാക്കിയിട്ടാൽ ഏത് സ്റ്റേജിലെത്തിയ ക്യാൻസറും സുഖപ്പെടുത്താമെന്ന് ഡോക്ടർ യോഷിനോരി ഒഹ്സൂമി എന്ന ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ കണ്ടെത്തുകയും അതിന് നോബൽ പ്രൈസ് 2016 ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും അംഗീകൃതമായ ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് ഫാസ്റ്റിംഗ്. അതിനു മുന്നേ തന്നെ 175 കൊല്ലം മുമ്പ് അമേരിക്കൻ യൂറോപ്യൻ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രകൃതി ചികിത്സകരായ മോഡേൺ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് വയർ കാലിയാക്കിയിട്ടാൽ ഏത് രോഗവും സുഖപ്പെടുമെന്ന്. ഈ ശാസ്ത്രം 175 കൊല്ലത്തിന് മുമ്പ് ഈ രീതിയിൽ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഉപവാസത്തിന്റെ മഹാത്മ്യം കണ്ടെത്തിയിട്ടുള്ളത് മനുഷ്യ സമൂഹം. പക്ഷെ അതിനു മുമ്പ് 6000-ഓ 7000-ഓ കൊല്ലം മുമ്പ് ദൈവികമായി ഇറങ്ങിയിട്ടുള്ള ഹൈന്ദവ വേദങ്ങളിൽ ഉപവാസത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. തിങ്കൾ വ്യാഴം അവർക്ക് ഉപവാസമുണ്ട്, അതിൽ പറയുന്നുണ്ട്. കറുത്തവാവിനും വെളുത്തവാവിനുമുണ്ട്. കൊല്ലത്ത് 40 നാളുണ്ട്. ക്രിസ്ത്യാനികൾക്കുമുണ്ട്. ഇതെല്ലാം ജൂതന്മാർക്കുമുണ്ട്, മുസ്ലിങ്ങൾക്കുമുണ്ട്. ഉപവാസം നിർബന്ധമാക്കാത്ത ഒരു സമൂഹവും കടന്നുപോയിട്ടില്ലെന്ന് ദൈവം പറയുന്നുണ്ട്. മുസ്ലിങ്ങൾക്കും തിങ്കൾ വ്യാഴമുണ്ട്, വാവ് നാളുകളിലുണ്ട്, കൊല്ലത്തിൽ 30 ദിവസമുണ്ട്, അല്ലാതെയും ധാരാളമുണ്ട്. എങ്ങനെയാണ് ഉപവാസം എന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾക്ക് അത് പറയപ്പെട്ടിരിക്കുന്നത് പച്ചവെള്ളം മാത്രം കുടിക്കുക എന്നാണ്. ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും പഴച്ചാറ് എന്ന് പരാമർശിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് പ്രഭാതോദയത്തിന് മുമ്പ് ഫ്രൂട്ട്സുകൾ കഴിക്കാം. മുഹമ്മദ് നബിയുടെ രീതി ഈത്തപ്പഴം, പച്ചവെള്ളം, കക്കിരിക്കൊക്കെ ആയിരുന്നു എന്ന് കാണുന്നുണ്ട്. നോമ്പ് മുറിക്കേണ്ടതും അഥവാ നോമ്പ് തുറ, ഇഫ്താർ പാർട്ടിയും ഈത്തപ്പഴവും കക്കിരിക്കയും പച്ചവെള്ളവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതേപടി അനുസരിച്ചാൽ യാതൊരു രോഗവും വരാൻ സാധ്യതയില്ല എന്ന് ആധുനിക ശാസ്ത്രവും ശരീരശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ എങ്ങനെ നോമ്പെടുക്കണം എന്നതാണ് ചോദ്യം. മുസ്ലിങ്ങൾക്ക് പ്രവാചകന്റെ മാതൃകയാണല്ലോ അനുസരിക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ നോമ്പ് ആരംഭിക്കാൻ ഈത്തപ്പഴം, കക്കിരിക്ക, പച്ചവെള്ളം മാത്രമാക്കുക. അത് പറ്റാത്തവരോ ലഭ്യമല്ലാത്തവരോ ഉണ്ടെങ്കിൽ എനി ഫ്രൂട്ട്സ്, ഏതെങ്കിലും പഴങ്ങളാവുക, വേവിക്കാത്തത്. അതിന് ധാരാളം ഗുണങ്ങളുണ്ട്. പകൽ സമയത്ത് ക്ഷീണമുണ്ടാവില്ല. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നോമ്പ് മുറിക്കുമ്പോഴും ഈത്തപ്പഴവും കക്കിരിക്കയും പച്ചവെള്ളവും, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്ന്. എന്നിട്ട് 1 മണിക്കൂറിനുള്ളിൽ തുടർന്ന് പ്രാർത്ഥനകളും പ്രയറൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വേവിച്ച ആഹാരങ്ങൾ കഴിക്കാം. ആ വേവിച്ച ആഹാരങ്ങളിൽ കരിച്ചതും പൊരിച്ചതും എണ്ണയിലും നെയ്യിലും ഉണ്ടാക്കിയതും ഒഴിവാക്കുക തന്നെ വേണം. ഇറച്ചി മീനും അല്പസ്വല്പം ആയിക്കൊള്ളട്ടെ, എന്നാൽ പോലും ഈ 2 സാധനങ്ങൾ പാടില്ല. അത് ഉടൻ തിന്നു കഴിഞ്ഞതോടുകൂടി നമ്മുടെ തീറ്റി കഴിഞ്ഞു. പിന്നെ രാത്രിയിലെ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓറഞ്ച്, മുന്തിരി, മുസമ്പി, വത്തക്ക തുടങ്ങിയിട്ടുള്ള പഴങ്ങൾ ജ്യൂസുകളാക്കിയിട്ടോ അല്ലാതെയോ കഴിക്കാം. അങ്ങനെ കിടക്കുമ്പോഴേക്കും വയറൊന്ന് കാലിയായി കിടക്കണം. അങ്ങനെ ഈ 30 ദിവസവും നമ്മൾ നോമ്പനുഷ്ഠിക്കാമെങ്കിൽ നിലവിലുള്ള രോഗങ്ങൾ സുഖപ്പെടുമെന്നത് ഉറപ്പാണ് ദൈവാനുഗ്രഹത്താൽ. മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അതെങ്ങനെ കഴിക്കണം എന്നത് ഞങ്ങളുടെ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടാൽ അവർ പറഞ്ഞു തരും. മരുന്ന് പകുതിയെങ്കിലും കുറക്കാൻ കഴിയും, ചിലർക്ക് മുഴുവനും കുറക്കാനും കഴിഞ്ഞേക്കാം. ഇതാണ് മുസ്ലിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട പ്രവാചക മാതൃകയുള്ളത് എന്ന് നമുക്ക് പറയാവുന്ന, അതിനോടടുത്ത് നിൽക്കാവുന്ന ഒരു ഭക്ഷണ രീതി അതാണ്. ഇങ്ങനെ ജീവിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നാണ് നമുക്ക് നിർദ്ദേശിക്കുവാനുള്ളത്.